ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നെഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ഓലൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ നെഹ ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഓലൻ ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ ഇതിന് മമ്പയർ എന്നാ പറയാ. അപ്പം ഇത് വേവാൻ ആവശ്യത്തിന് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി, ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുത്തത്. അപ്പോൾ മമ്പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ ഏത് വേണം നമ്മൾ നോക്കിയെടുക്കാൻ. മൂത്ത കുമ്പളങ്ങ എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇളയ കുമ്പളങ്ങ നോക്കി ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലെ കുരു എല്ലാം കളയണം കേട്ടോ. ഇത് 1/4 കപ്പ് 2-ാം പാലാണ്. അപ്പോൾ ഈ 2-ാം പാല് ചേർത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ വലിയൊരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും. അപ്പോൾ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മളിത് വെന്തതിന് ശേഷമാണ് ചേർക്കേണ്ടത്. ഇതിപ്പോൾ 2-ാം പാലിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കറി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ കുമ്പളങ്ങ നന്നായി വെന്തുടയണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓലന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ കുമ്പളങ്ങയോടൊപ്പം മത്തനും ചേർക്കാറുണ്ട് കേട്ടോ. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഓലൻ ഉണ്ടാക്കുമ്പോൾ അവർ വൻപയർ ചേർക്കാറില്ല. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളപ്പയർ ചേർക്കാം. അപ്പോൾ വെള്ളപ്പയറൊന്നും പറയാറുണ്ട് കേട്ടോ. അതിന് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇത് യോജിച്ച് വരണം. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് 1-ാം പാല് ചേർക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ഇത് വെന്തുടഞ്ഞാലൊന്നും പ്രശ്നമില്ല. കുമ്പളങ്ങയ്ക്ക് എത്രത്തോളം വെന്ത് ഉടയുന്നോ അത്രയും നല്ലതാണ്, അത്രയും ടേസ്റ്റ് കിട്ടും. ഈ ഓലനൊക്കെ ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകാത്തൊരു പരുവത്തിൽ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. സദ്യ റെസിപ്പി കൂടുതലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകരുത്. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുക വെള്ളമൊക്കെ. ഇപ്പോൾ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വറ്റിച്ചത് അടി പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അപ്പോൾ 1-ാം പാല് ചേർത്തിട്ട് ഇപ്പോൾ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പാല് പിരിയും. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിക്കോളും. പിന്നെ ഈ ഓലന് വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് പിച്ചിട്ടാലാണ് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുക. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ പിച്ചിടുന്നത്. പിന്നെ ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മളിത് വറവിടാത്തതുകൊണ്ട് തന്നെയാണ് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിക്കോളും. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കണം. എന്നാൽ മാത്രമേ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലിൻ്റെയും ഒക്കെ ഫ്ലേവർ ഈ കറിയിലോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇളം മധുരമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.